എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മനോഹരമായ ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13.5 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ 2 വീട് മാത്രമേ ഇനി സെയിലിനായിട്ടുള്ളൂ. അത്യാവശ്യം വീതിയുള്ള റോഡുകൾ നമുക്ക് കാണാം. ഇന്റർലോക്ക് കട്ട വിരിച്ച മനോഹരമായ റോഡ് തന്നെയാണ്. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് മുന്നിലെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. നേരെ കയറി വരുന്നത് കവേഡോടുകൂടി വരുന്നൊരു കാർ പോർച്ചിലേക്കാണ്. നല്ല വിശാലമായൊരു കാർ പോർച്ച് ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടി വരാനുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ ലഭ്യമാവുക. അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി നിർമ്മിച്ചിട്ടുള്ള വീട് തന്നെയാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കാണാം. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ ഒരു ലിവിംഗ് ഹാള് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. വലിപ്പമുള്ള ജനലുകൾ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു TV യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ഫ്ലോറിങ്ങിനായി 5 അടി വലുപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളും നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ല രീതിയിലുള്ള ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോടുകൂടി വരുന്ന ഓപ്പൺ ഏരിയ കാണാം. ഇനി കിച്ചൻ്റെ അകത്തേക്ക് വരാം. വിശാലമായ കബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. നല്ല രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള കിച്ചനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെയായി നല്ലൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഫുൾ കവേഡോടുകൂടി വരുന്ന സിംഗിളെല്ലാം കൊടുത്തിട്ടുള്ള വർക്ക് ഏരിയ സ്പേസാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. 145 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ഫേസ് കണക്ഷനാണ് ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. വി-ഗാർഡിൻ്റെ വയറുകളും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകളും കാണാൻ കഴിയും. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൺസീൽഡോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുള്ള ബാത്റൂമിലെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം സെറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹോളിലേക്ക് തന്നെ വരാം. നല്ല മനോഹരമായ ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് സ്റ്റെയർ വരുന്നത്. താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് ചെല്ലാം. നേരെ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. മനോഹരമായ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഇവിടെയായി നല്ലൊരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമും അത്യാവശ്യം വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതും ഏകദേശം ഒരു 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും വിൻഡോയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിലാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂം വരിക. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിൽ പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന
3 സെന്റിൽ 1640 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.